നമുക്ക് ഇന്ന് മാമ്പഴം കൊണ്ട് നല്ല മധുരമുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ലൊരു മധുര ബർഫിന്നോ ഹൽവാന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം, ഒരു മധുര പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് മാമ്പഴം എടുക്കാം. നല്ല മധുരമുള്ള മാമ്പഴം എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴം തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് മധുരം ഉണ്ട് എന്നാൽ കുറച്ച് പുളിയുള്ള ടൈപ്പ് മാമ്പഴമാണ് കിട്ടിയേക്കണത്. അപ്പോൾ അത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെത്തി പീസുകളാക്കിയിട്ട് ഏതാണ്ട് ഒരു 2 കപ്പോളം ഉണ്ട്. അതിൽ ഞാൻ ആ വലിയ സൈസ് മാമ്പഴം മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റേ ഈ ചെറിയത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി മിക്സി ജാറിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് 1 കപ്പ് നാളികേരം ചിരകിയതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി മിക്സി ജാറിലേക്ക് തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി, നൈസ് വറുത്തരിപ്പൊടിയാണ് കേട്ടോ. അത് നമ്മൾ അപ്പത്തിലേക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനി അരയ്ക്കാൻ ആവശ്യത്തിന് മാത്രം പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലൊഴിച്ച് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1/4 കപ്പ് ആദ്യം ഒഴിച്ചിട്ട് ഇനി അരച്ച് നോക്കട്ടെ. അരച്ച് നോക്കിയിട്ട് ആവശ്യാനുസരണം നിങ്ങൾ എത്ര അരയ്ക്കാൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അരച്ചാൽ മതി. അരയാൻ മാത്രം ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ആ 1/4 കപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ, വേറെ എടുക്കേണ്ടി വന്നിട്ടില്ല, നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം ഒന്ന് ചിരകിയതാണ് കേട്ടോ. അത് ഇട്ടെടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഈ നാളികേരത്തിനെ ചെറുതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. വല്ലാണ്ട് മൊരിക്കൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ബ്രൗൺ കളറൊന്നും മാറരുത്. ചെറുതായിട്ടൊരു 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അതിലെ ജലാംശമൊക്കെ ഒന്ന് പോയി കിട്ടാണ്ട് കണ്ടോ. ഇതുപോലെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നല്ല പൊടിയായിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഉതിർന്ന് പോകുന്ന ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പൾസ് മോഡിൽ ഇട്ടിട്ട് ഒരു 2 കറക്കം ഒന്ന് കറക്കിയാൽ മതിയാവും. അതായത് ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ചെറിയ തരികളായിട്ട് തന്നെ പൊടിച്ചിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഉരുക്കിയ നെയ്യ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായ കാരണം 1 ടേബിൾ സ്പൂൺ കട്ട നെയ്യ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ മിക്സി ജാറിലിട്ട് നമ്മുടെ അരപ്പ് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴത്തിന് അത്ര കളറില്ല. അപ്പോൾ നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവർ ഒന്നും ഇതിലേക്ക് ഇറങ്ങില്ല കേട്ടോ. ആ കളർ മാത്രം തന്നെ വരുള്ളൂ. നമ്മളെല്ലാം മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്, നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാറ്. ഒരു 2 മിനിറ്റ് ഇതേ വഴറ്റിയതിന് ശേഷം നമ്മൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് നോക്കി. എന്നിട്ട് ഇളക്കി നോക്കുമ്പോൾ പുളിയുണ്ട്. ഞാൻ നല്ല ഇത്തിരി പുളിയുള്ള ടൈപ്പ് മാമ്പഴമാണ്. എന്നാൽ മധുരമുണ്ട് പുളിയുള്ളൊരു മാമ്പഴമായിരുന്നു കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് ചേർത്തിട്ട് പിന്നെയും ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് തന്നെ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇതുപോലെ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ തിക്നെസ് ഒന്ന് കുറയും കേട്ടോ. പഞ്ചസാര ഒന്ന് അലിയുന്നത് കൊണ്ടാണ്. അത് ഒന്ന് അലിഞ്ഞതിന് ശേഷം വീണ്ടും അത് വറ്റി തുടങ്ങും. ഇനി നമുക്ക് ഈ മാമ്പഴമെല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് വരണം കേട്ടോ. നമ്മൾ ഇട്ട ഉടനെയുള്ള ആ കളറൊക്കെ ഒന്ന് മാറി വേറൊരു കളറായിട്ട് ഇങ്ങനെ മാറി വരും. അപ്പോൾ നമുക്കിതൊരു സിലിക്കോണിൻ്റെ സ്പാറ്റിലുണ്ട് ഇളക്കാട്ടെ. ഇങ്ങനെയുള്ള റെസിപ്പീസ് നമ്മൾ പേടയോ മൈസൂർ പാക്കോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സിലിക്കോണിൻ്റെ സ്പാറ്റിലാണെങ്കിൽ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് വടിച്ചെടുക്കാനും നന്നായിട്ട് ഇളക്കാനായിട്ടൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കട്ട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി മാത്രം. പെട്ടെന്ന് തന്നെ അത് വറ്റി വന്നോളും. അപ്പോൾ ഇങ്ങനെ സ്പാറ്റുലയിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പരിവാണ് കേട്ടോ. ഒട്ടി പിടിക്കുന്ന പരിവം കഴിയണം കേട്ടോ. ഇങ്ങനെ ഒരു പരിവം കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ആ ജലാംശം എല്ലാം ഒന്നുകൂടി വറ്റി അതുപോലെ വരും. നമുക്കിങ്ങനെ വടിച്ചിങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ ആ നാളികേരല്ലേ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് വലിയിച്ചെടുക്കാം. ഇനി പെട്ടെന്ന് വലിഞ്ഞു വരും. ഇപ്പോൾ അതേ കണ്ട സ്പാറ്റിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. നമ്മൾ ആ സ്പാറ്റിലോണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഷേപ്പ് അവിടെ അങ്ങനെ ഹോൾഡായി നിൽക്കുന്നുണ്ട് കണ്ട, അലിഞ്ഞങ്ങോട്ട് പോകുന്നില്ല. ഈ ഒരു സ്റ്റേജായി നല്ല കട്ടിയായിട്ട് വരും. കണ്ട എല്ലാം കൂടെ ഒരു ഉണ്ടയായിട്ട് വരുന്നുണ്ട്. നല്ല കട്ടിയും ഉണ്ടാവും കാണുമ്പോൾ. ആ സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഇതാ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് കൂടെ ഞാൻ തടവി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്ക് ആയിട്ടുള്ളതല്ലേ മാമ്പഴത്തിൻ്റെ കാരണമാണ് നെയ്യ് തടവിയത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര കനാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കനത്തിൽ ഇത് പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നമ്മളിങ്ങനെ പരത്തുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ടീസ്പൂണിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്താനായിട്ട് വല്ലാണ്ട് സ്റ്റിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക.
വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി വലിയും കേട്ടോ. പിന്നെ ഇതിലൊന്നും ഒട്ടി പിടിക്കൊന്നുമില്ല. സ്പാറ്റിലായാലും ടീസ്പൂണിലായാലും ഒന്നും ഒട്ടി പിടിക്കില്ല. നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് വലിയിച്ചെടുക്കാം. അപ്പോൾ കണ്ട നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് ഇതിപ്പോൾ കാണുന്നത്. ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നാളികേരം കുറച്ചും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള, നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന, നല്ല മധുരമുള്ളൊരു മാമ്പഴത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.